2023 അവസാനിക്കുന്നതിന് മുന്നേ തന്നെ ലോക മലയാളി സിനിമ പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരുന്ന രണ്ട് സിനിമകൾ മലൈക്കോട്ട് വാലിബനും ഭ്രമയുഗവും. ദ കംപ്ലീറ്റ് ആക്ടർ മോഹൻലാലും വ്യത്യസ്തമായ ആഖ്യാന രീതി കൊണ്ട് പ്രേക്ഷക പ്രീതി കവർന്ന സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരിയും ഒന്നിക്കുന്ന സിനിമയാണ് വാലിബനെങ്കിൽ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കുകയും അവതരിപ്പിക്കുകയും ചെയ്ത മലയാളികളുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയും ഭൂതകാലം എന്ന സിനിമ കൊണ്ട് മലയാളികളെ ഭയപ്പെടുത്തിയ സംവിധായകൻ സദാശിവനും ഒന്നിക്കുന്ന സിനിമയാണ് ഭ്രമയുഗം. മലൈക്കോട്ടെ വാലിബൻ 2023 അവസാനം വരെ മോഹൻലാലിനെ സംബന്ധിച്ച് മോശം വർഷമായിരുന്നു. എലോൺ മൂവിയുടെ പരാജയം അദ്ദേഹത്തിൻ്റെ ആരാധകരെ നിരാശരാക്കി. എന്നാൽ തമിഴ് സൂപ്പർ സ്റ്റാർ രജനീകാന്തിനൊപ്പമുള്ള ജയിലർ എന്ന സിനിമയിലെ ഒരു ഗസ്റ്റ് റോളിലൂടെ അദ്ദേഹം തൻ്റെ വരവറിയിച്ചു. തുടർന്ന് വർഷാവസാനം ജിത്തു ജോസഫ് സംവിധാനത്തിലെത്തിയ നേരെ വൻ പ്രേക്ഷക സ്വീകാര്യത പിടിച്ചുപറ്റി. മോഹൻലാലിനെ കൂടാതെ സിദ്ദീഖ്, ജഗദീഷ്, അനശ്വര രാജൻ തുടങ്ങിയവരും തിളങ്ങിയപ്പോൾ പടം സൂപ്പർ ഹിറ്റായി. 2024 തുടക്കത്തിലും നേരെ പ്രദർശന വിജയം നേടുന്നുണ്ട്. മലൈക്കോട്ട് വാലിബൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ തൊട്ടിങ്ങോട്ടെ ഓരോ അപ്ഡേറ്റും ആഘോഷമാക്കി മാറ്റുകയാണ് ലാലേട്ടൻ ഫാൻസ്. നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് തിയേറ്ററുകളിൽ മോഹൻലാൽ ആരാധകർ വിജയാഘോഷത്തിലെത്തിയത്. ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത നേര് എന്ന ചിത്രം ബോക്സ് ഓഫീസിൽ പ്രകമ്പനം തീർത്ത് മുന്നേറുകയാണ്. നേരിലൂടെ മോഹൻലാൽ തിരിച്ചു വന്നു എന്നാണ് ആരാധകർ ഒന്നടങ്കം പറയുന്നത്. പുതുവർഷത്തിന് തൊട്ടു മുന്നേ നേരിലൂടെ വിസ്മയിച്ച മോഹൻലാൽ 2024 കുതിപ്പ് തുടരുമെന്ന ശക്തമായ സൂചന നൽകിക്കഴിഞ്ഞു. ലിജോ ജോസ് പെല്ലിശ്ശേരിയും മോഹൻലാലും ആദ്യമായി ഒന്നിക്കുന്ന മലൈക്കോട്ടെ വാലിബൻ റിലീസിന് തയ്യാറെടുത്ത് കഴിഞ്ഞു. ജനുവരി 25 ലോകമെമ്പാടും റിലീസ് ചെയ്യുക. LPG മോഹൻലാൽ കോംബോ ആദ്യമായി ഒന്നിക്കുന്നു എന്ന ഹൈപ്പോടെ എത്തുന്ന മലൈക്കോട്ടെ വാലിബനെ ഓരോ അപ്ഡേറ്റ്സിനും വൻ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. അടുത്തിടെ പുറത്തുവന്ന പോസ്റ്ററുകളും ഗാനങ്ങളുമെല്ലാം സോഷ്യൽ മീഡിയയിൽ തരംഗമായിരുന്നു. ചിത്രത്തിലെ മോഹൻലാലിൻ്റെ മേക്ക് ഓവറും ഏറെ ശ്രദ്ധേയമാണ്. ഇക്കാലത്ത് സിനിമാ നിർമ്മാതാക്കൾക്ക് അവരുടെ പ്രൊജക്റ്റിനെ കുറിച്ച് സസ്പെൻസ് നിലനിർത്താൻ പ്രയാസമാണ്. കാരണം പ്ലോട്ട് മുതൽ അഭിനേതാക്കളുടെ രൂപം വരെ എല്ലാം ഓൺലൈനിൽ ചോർന്ന് ആരാധകരുടെ ആവേശം ഇല്ലാതാക്കുന്നു. എന്നിരുന്നാലും മോഹൻലാലും ലിജോ ജോസ് പെല്ലിശ്ശേരിയും തങ്ങളുടെ വരാനിരിക്കുന്ന മലൈക്കോട്ടെ വാലിബൻ എന്തിനെക്കുറിച്ചാണ് ആരാധകരെ ഊഹിക്കുന്നത് എന്ന് തുടരുകയാണ്. ബുധനാഴ്ച റിലീസ് ചെയ്ത ടീസറിലൂടെ ചിത്രത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആരാധകർ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും പ്രമോ കാര്യമായി വെളിപ്പെടുത്താത്തതിനാൽ കാര്യങ്ങൾക്ക് അവരുടെ വഴിക്ക് പോയില്ല. നിങ്ങൾ കണ്ടത് സത്യമാണ് എന്ന് പറയുന്ന മോഹൻലാലിൻ്റെ തമിഴ് മോണോലോഗിലാണ് ടീസർ ആരംഭിക്കുന്നത്. നിങ്ങൾ കാണാത്തത് കള്ളമാണ്, ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് സത്യമാണ്. വരിയുടെ അവസാന ഭാഗം അലറിക്കൊണ്ട് മോഹൻലാൽ വാൾപേപ്പറിന് യോഗ്യമായ ഒരു പോസ് അടിക്കാൻ സ്കാർഫ് വീശുന്നു. ടീസറിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് ഇത്രമാത്രം. ടീസർ ഡീകോഡ് ചെയ്യേണ്ടി വന്നാൽ മലൈക്കോട്ടെ വാലിബനിൽ മോഹൻലാൽ ഒരു മാന്ത്രികനെയോ മായാജാലക്കാരനെയോ അവതരിപ്പിക്കുമെന്ന് കണക്കുകൂട്ടിയ ഒരു ഊഹം സൂചിപ്പിക്കുന്നു. എന്നിരുന്നാലും സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ കാര്യത്തിൽ ഒരിക്കലും ഉറപ്പിക്കാൻ കഴിയില്ല. സത്യം കാണാനും വിശ്വസിക്കാനും 2024 ജനുവരി 25 വരെ തന്നെ കാത്തിരിക്കേണ്ടി വരും. ജോൺ ആൻഡ് മേരി ക്രിയേറ്റീവ്സ്, സെഞ്ചുറി ഫിലിംസ്, മാക്സ് ലാബ് ആൻഡ് സരിഗമ എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന മലൈക്കോട്ടെ വാലിബൻ്റെ തിരക്കഥ ഒരുക്കുന്നത് മുൻപ് നായകൻ, ആമേൻ തുടങ്ങിയ ചിത്രങ്ങളിൽ ലിജോയ്ക്കൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള PS റഫീഖാണ്. സിനിമയെക്കുറിച്ച് സംസാരിച്ച ലിജോ പറഞ്ഞു, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു തീം അന്തിമമാക്കുന്ന പ്രക്രിയ അടുത്ത വലിയ ഹിറ്റ് സൃഷ്ടിക്കാനുള്ള സമ്മർദ്ദത്തിൽ നിന്നല്ല, അതൊരു സ്വാഭാവിക മുന്നേറ്റമാണ്. മലൈക്കോട്ടെ വാലിബൻ്റെ അടിസ്ഥാന ആശയം ഏതാനും വർഷങ്ങൾക്ക് മുൻപ് എന്നിൽ മുളപൊട്ടുകയും പിന്നീട് സമഗ്രമായ ഒരു പ്ലോട്ടായി രൂപാന്തരപ്പെടുകയും ചെയ്തു. റഫീഖിനെ പോലൊരു എഴുത്തുകാരൻ ആ ലോകം വികസിപ്പിച്ചു. അപ്പോഴാണ് ലാലേട്ടൻ ആ വേഷത്തിന് യോഗ്യനാണെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞത്. സൊനാലി കുൽക്കർണി, ഹരീഷ് പേരടി, ഡാനിഷ് സെയ്ദ്, മനോജ് മോസസ്, മണികണ്ഠൻ ആചാരി എന്നിവരും മലൈക്കോട്ടെ വാലിബനിൽ അഭിനയിക്കുന്നു. ഇതിന് മധു നീലകണ്ഠൻ ഛായാഗ്രഹണവും പ്രശാന്ത് പിള്ള സംഗീതവും നിർവഹിക്കുന്നു. അതേസമയം ചിത്രത്തിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായി മോഹൻലാൽ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ച ഒരു വീഡിയോയും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. പ്രേക്ഷകരെ വാലിബൻ ചാലഞ്ചിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടാണ് മോഹൻലാൽ ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. വളരെ വ്യത്യസ്തമായ പ്രൊമോഷൻ രീതികളാണ് മലൈക്കോട്ടെ വാലിബന് വേണ്ടി അണിയറ പ്രവർത്തകർ നടത്തുന്നത്. മലൈക്കോട്ടെ വാലിബൻ്റെ കാർട്ടൂൺ പുസ്തകം 50,000 കുരുന്നുകളിലേക്ക് അടുത്ത ദിവസം എത്തിച്ചേരും. കഴിഞ്ഞ ദിവസം റിലീസായ ചിത്രത്തിലെ മതവര മിഴിയോരം എന്ന ഗാനം സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ്ങിൽ 1ാം സ്ഥാനത്താണ്. മലൈക്കോട്ടെ വാലിബൻ മലയാള സിനിമയുടെ ഏറ്റവും വലിയ ഓവർസീസ് റിലീസിനാണ് ഒരുങ്ങുന്നത്. റിലീസാകുന്ന ആദ്യ വാരം തന്നെ 175 പരം സ്ക്രീനുകളിൽ ആണ് ഓവർസീസിൽ ചിത്രം പ്രദർശിപ്പിക്കുന്നത്. കേരളത്തിലും വിദേശ രാജ്യങ്ങളിലും മികച്ച പ്രൊമോഷൻ പരിപാടികളിലാണ് വരും നാളുകളിൽ വാലിബൻ ടീം സംഘടിപ്പിക്കുന്നത്. ഭ്രമയുഗം 2023 എന്ന വർഷം അക്ഷരാർത്ഥത്തിൽ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ വർഷമായിരുന്നു. ക്രിസ്റ്റഫർ എന്ന ഒരു സിനിമ ഒഴിച്ചു നിർത്തിയാൽ പിന്നീട് വന്ന പടങ്ങളെല്ലാം പ്രേക്ഷകർ സ്വീകരിച്ച സിനിമകളാണ്. നൻപകൽ നേരത്തെ മയക്കം എന്ന ലിജോ ജോസ് പെല്ലിശ്ശേരി ചിത്രം ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലും പ്രേക്ഷക മനസ്സിലും ഒരുപോലെ തിളങ്ങി.
തുടർന്നിറങ്ങിയ കണ്ണൂർ സ്ക്വാഡ് എന്ന ചിത്രത്തിലെ പോലീസ് ഉദ്യോഗസ്ഥനായി മമ്മൂട്ടി കസറിയപ്പോൾ അത് 2023 വമ്പൻ ഹിറ്റായി മാറി. അവസാനമായി ജിയോ ബേബി സംവിധാനം ചെയ്ത് മമ്മൂട്ടിയും ജ്യോതികയും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച കാതൽ ദി കോർ മലയാളികൾ ഒന്നടങ്കം ഏറ്റെടുത്തു. വ്യത്യസ്ത കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് ഫലിപ്പിക്കുന്നതിൽ മമ്മൂട്ടി മറ്റു നടന്മാരെ ബഹുദൂരം പിന്നിലാക്കി കഴിഞ്ഞു. പതിറ്റാണ്ടുകൾ നീണ്ട തൻ്റെ അഭിനയ ജീവിതത്തിൽ എന്നും പുതുമകൾ തേടുന്ന സൂപ്പർ താരമാണ് മമ്മൂട്ടി. പൊന്തന്മാട, മൃഗയ തുടങ്ങിയ ചിത്രങ്ങളിലൂടെയാണ് മുൻകാലങ്ങളിൽ മമ്മൂട്ടി പ്രേക്ഷകനെ ത്രസിപ്പിച്ചതെങ്കിൽ സമീപകാലത്ത് റൊഷാക്ക്, നൻപകൽ നേരത്ത് മയക്കം തുടങ്ങി ഒരുപിടി മികച്ച സിനിമകളിലൂടെയാണ് അദ്ദേഹം കാണികളെ അമ്പരപ്പിക്കുന്നത്. ഇക്കൂട്ടത്തിലേക്ക് മറ്റൊരു സിനിമ കൂടി എത്തുകയാണ്. പേര് ഭ്രമയുഗം. രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ഇതുവരെ കാണാത്ത മറ്റൊരു മമ്മൂട്ടി കഥാപാത്രം കാണാൻ സാധിക്കുമെന്ന് പ്രൊമോഷൻ മെറ്റീരിയലുകളിൽ നിന്നും വ്യക്തമാണ്. പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ബഹുഭാഷാ സിനിമയാണ് ഭ്രമയുഗം. സെപ്റ്റംബറിൽ മമ്മൂട്ടിയുടെ ഫസ്റ്റ് ലുക്ക് പുറത്തിറങ്ങിയത് മുതൽ ആരാധകർ ആവേശത്തിലാണ്. ബ്ലോക്ക് ബസ്റ്റർ ചിത്രം കണ്ണൂർ സ്ക്വാഡ് ഉൾപ്പെടെയുള്ള മമ്മൂട്ടിയുടെ വിജയ ചിത്രങ്ങളുടെ തുടർച്ചയായാണ് പ്രേക്ഷകർ ഭ്രമയുഗത്തെയും നോക്കിക്കാണുന്നത്. ഹൊറർ ത്രില്ലർ വിഭാഗത്തിലുള്ള സിനിമകൾ നിർമ്മിക്കുന്നതിനായി നിർമ്മിച്ച പ്രൊഡക്ഷൻ ഹൗസായ നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസിൻ്റെ ബാനറിൽ രാഹുൽ സദാശിവൻ്റെ രചനയും സംവിധാനവും നിർവഹിച്ച മലയാളം ഫീച്ചർ ഫിലിമാണ് ഭ്രമയുഗം. ചക്രവർത്തി രാമചന്ദ്രയും എസ് ശശികാന്തും ചേർന്ന് നിർമ്മിച്ച ഭ്രമയുഗത്തിൽ അർജുൻ അശോകൻ, സിദ്ധാർത്ഥ് ഭരതൻ, അമൽത ലീസ് എന്നിവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്. അതേസമയം മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടിയെ നായകനാക്കി ഭൂതകാലം ഫിലിം രാഹുൽ സദാശിവൻ തിരക്കെഴുതി സംവിധാനം ചെയ്യുന്ന ഭ്രമയുഗത്തിൻ്റെ ടീസറും പുറത്തിറങ്ങിക്കഴിഞ്ഞു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് നിറത്തിൽ കാലം പോലെ കലങ്ങി മറിഞ്ഞൊരു പുഴ വേറെയില്ല, അത് തിരിഞ്ഞും മറിഞ്ഞും ഒഴുകും എന്ന വിവരണത്തോടെ ആരംഭിക്കുന്ന ടീസർ പഴക്കം ചെന്ന ഒരു മനയുടെ പശ്ചാത്തലത്തിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന മമ്മൂട്ടിയുടെ കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് അവസാനിക്കുന്നത്. നിഗൂഢമായ നിരവധി സംഭവങ്ങൾ നിറഞ്ഞ സിനിമയാണ് ഭ്രമയുഗം എന്ന് തെളിയിക്കുന്ന ടീസറിൽ ഭയത്താൽ കണ്ണുകൾ കലങ്ങിയ അർജുൻ അശോകൻ്റെ കഥാപാത്രത്തെയും കാണാം. 2023 ഓഗസ്റ്റ് 17 ചിത്രീകരണം ആരംഭിച്ച ഭ്രമയുഗം കൊച്ചിയിലും ഒറ്റപ്പാലത്തും ആതിരപ്പള്ളിയിലുമായാണ് പൂർത്തീകരിച്ചത്. ചിത്രത്തിൻ്റെ ഫസ്റ്റ് ലുക്കും 2024 തുടക്കത്തിൽ ദ ഏജ് ഓഫ് മാഡ്നസ് എന്ന ടാഗ് ലൈനോടെ പുറത്തുവിട്ട ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോസ്റ്ററും സ്വീകാര്യത നേടിയിരുന്നു. പതിറ്റാണ്ടുകളായി നമ്മെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് മഹാനടന്മാർ. അഭിനയത്തോടുള്ള അതിയായ അഭിനിവേശം തന്നെയാണ് ഇവരെ താരസിംഹാസനത്തിൽ ഇരുത്തിയിരിക്കുന്നതും. പഴയ സിനിമകളിൽ ഇവർ ചെയ്ത കഥാപാത്രങ്ങളാണ് ഇന്നും നമ്മുടെ മനസ്സുകളിൽ ഉള്ളതെങ്കിൽ ഇന്നും നാളെയും ഇവർ ചെയ്യാനിരിക്കുന്ന കഥാപാത്രങ്ങളെ ചുറ്റിപ്പറ്റിയാണ് മലയാള സിനിമ കറങ്ങുന്നതും. മലൈക്കോട്ടെ വാലിബനും ഭ്രമയുഗവും മാത്രമല്ല, ഇരുവരുടെയും തുടർന്നു വരുന്ന എല്ലാ കഥാപാത്രങ്ങളും വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.